ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 3. ഭാരതം ഒന്നിക്കും, ഇന്ത്യ ജയിക്കും. യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകം ഈസ്റ്റർ ആഘോഷിച്ച ഞായറാഴ്ച ചരിത്ര സ്മരണകളിരമ്പുന്ന ഡൽഹിയിലെ രാംലീല മൈതാനി ഇന്ത്യൻ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷിയായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിളിച്ചുകൊടുത്ത മുദ്രാവാക്യം ജനലക്ഷങ്ങളുടെ കണ്ഠങ്ങൾ ആവേശത്തോടെ ഏറ്റുവിളിച്ചു. അത് ഇന്ത്യ കൂട്ടായ്മയുടെ മുന്നേറ്റത്തിന്റെ പടഹധ്വനിയായി രാജ്യമാകെ പടർന്നു. ഭാരതം ഒന്നിക്കും, ഇന്ത്യ ജയിക്കും. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ച് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ കൂട്ടായ്മ സംഘടിപ്പിച്ച മഹാറാലിയിൽ സീതാറാം യെച്ചൂരി ഉയർത്തിയ മുദ്രാവാക്യം ജനങ്ങളാകെ ഏറ്റെടുത്തത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചകമാണ്. ഇന്ത്യയുടെ ജീവശ്വാസമായ ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാക്കി ജനജീവിതം ചവിട്ടിയരയ്ക്കുന്ന BJPയുടെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ജനതയുടെ ആവേശമായി രാജ്യമാകെ ഈ മുദ്രാവാക്യം അലയടിക്കുകയാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ 1975 രാംലീല മൈതാനത്ത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യ കൂട്ടായ്മ സംഘടിപ്പിച്ച മഹാറാലി. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അടിമത്വം എന്നായിരുന്നു 75 വർഷം മുമ്പ് JP ഉയർത്തിയ മുദ്രാവാക്യം. അതേ മുദ്രാവാക്യം ഉയർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴെന്നാണ് റാലിയെ അഭിസംബോധന ചെയ്ത യെച്ചൂരി പറഞ്ഞത്. നാം നേരിടുന്ന കെടുതികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള മുദ്രാവാക്യമാണ് ഭാരതം ഒന്നിക്കും, ഇന്ത്യ ജയിക്കും എന്നത്. രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ കരഘോഷത്തോടെ ഏറ്റുവിളിച്ചതോടെ ഇന്ത്യ കൂട്ടായ്മയുടെ മുദ്രാവാക്യമായി ഇത് മാറി. ജനാധിപത്യവും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ജനത BJPയുടെ ചെയ്തികളെ ഭയത്തോടെയാണ് കാണുന്നത്. 10 വർഷത്തെ ഇവരുടെ ഭരണത്തിൽ രാജ്യത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും അഴിമതിയും 10 മടങ്ങ് വർദ്ധിച്ചു. ഇന്ത്യയുടെ ജീവനാഡിയായ കാർഷിക മേഖല തകർന്നടിഞ്ഞു. കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വേണ്ടി മാത്രമായി കേന്ദ്രഭരണം. ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും അനാവശ്യ വസ്തുക്കളായി. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രമുഖ അംഗത്വം രാജിവെച്ച് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ്. രാഷ്ട്രത്തിലെ ഏറ്റവും അവസാനത്തെ ജനാധിപത്യ സ്വയംഭരണ സ്ഥാപനമായ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സംസ്കാരത്തിൻ്റെ ശവസംസ്കാരത്തിന് എനിക്ക് സാക്ഷിയാവാൻ കഴിയില്ല എന്നാണ് C. രാധാകൃഷ്ണൻ രാജിക്കത്തിൽ കുറിച്ചത്. രാജ്യം നേരിടുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ചാണ് ലോകം ആദരിക്കുന്ന എഴുത്തുകാരൻ്റെ വാക്കുകളിലൂടെ പുറത്തുവന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സർവ്വതിനെയും സംഘപരിവാർ പിടിയിലാക്കി. ജനാധിപത്യ അവകാശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന BJP ഭരണം തുടരുന്നത് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ ഭീഷണിയാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ പോലും കേന്ദ്രം പിടിമുറുക്കുകയാണ്. ജുഡീഷ്യറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോലും RSSന്റെ താൽപ്പര്യങ്ങൾ നടപ്പാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശാഠ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ശക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അത് പൂർത്തിയായി. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും RSSകാരെ കുത്തിനിറയ്ക്കാൻ ഗവർണർമാരെ ഉപയോഗിച്ച് നടത്തുന്ന നെറികെട്ട കളികൾ കേരളത്തിലും നാം കാണുകയാണ്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ സർവകലാശാലയിലെ സെനറ്റിലേക്ക് സർവകലാശാല നൽകിയ ലിസ്റ്റിലുള്ളവരെയെല്ലാം വെട്ടി ഗവർണർ സ്വന്തക്കാരെ നിയമിച്ചു. ഓരോ മേഖലയിലും വിദഗ്ധരായവരുടെ പട്ടികയാണ് സർവകലാശാല നൽകിയത്. ജന്മഭൂമി ജില്ലാ ലേഖകൻ ഉൾപ്പെടെയുള്ള RSSകാരെയാണ് ഗവർണർ നിയമിച്ചത്. രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതിന് ഉദാഹരണമാണ് കേരള ഗവർണറുടെ നടപടി. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതം ഒന്നിച്ച് ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും അവസാനിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ജനവിരുദ്ധ BJP ഭരണം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ജനത ഒന്നിച്ച് അണിനിരക്കണമെന്ന മുദ്രാവാക്യമാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്.